ഇന്നൊരു ഗംഭീര പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ അഭിനയിച്ചേക്കുന്നത് ധ്യാൻ ചേട്ടന്റെ ഈ പടക്ക കച്ചവടത്തിന്റെ സീക്രറ്റ് ഒന്ന് പറഞ്ഞുതരോ? സ്ക്രിപ്റ്റ് മൊത്തം കേൾക്കാതെ ഓക്കെ അടിക്കുന്ന ആരാണ്? പടത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ധ്യാൻ ചേട്ടന് ഒരു കാള കുത്തും ഗൈസ്. ധ്യാൻ ചേട്ടനും കാളയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ജയിലറിലും മൂപ്പരെ കാള കുത്തി, ഈ പടത്തിലും കാള കുത്തി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ധ്യാൻ ചേട്ടൻ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോ കൈയൊക്കെ ശരിയാവും. എന്നിട്ട് ബസ്സിൽ പോകുമ്പോ ഒരു ചിക്കനെ കാണും. നാട്ടിൽ 5G ആയി അതിന് റേഞ്ചുമായി എത്ര കാലമായി നീ സൈലന്റ് ആയി. നിന്റെ മറുപടിക്കെന്താണ് ഇത്ര ലാഗ് ആവുന്നേ? നിന്റെ മറുപടിക്കെന്താണ് ഇത്ര ലാഗ് ആവുന്നേ? മേരി കാത്തിരിക്കാൻ എനിക്കൊട്ടും കഴിയുന്നില്ല, പക്ഷെ കാത്തിരിക്കാതെ എനിക്കൊരു വഴിയുമില്ല. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ക്രഷ് അടിച്ചിട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്തു. പക്ഷെ അവൾക്ക് ഇഷ്ടായില്ല ഗൈസ്. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ലവ് മാരേജ് നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് മാരേജ് ചെയ്താലോ എന്ന് ചോദിക്കും. എന്നിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ പെണ്ണ് കാണാൻ പോവും. ആ പെണ്ണിനെ അപ്പനെ നമ്മുടെ ധ്യാൻ ചേട്ടന് ഇഷ്ടാവും. कर दी है उसकी काली तिजोरिया, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरिया. केसरिया तेरा इश्क है प्यार, रंग जाओगे मैं हाथ दगा दिन बीते सारे. പിന്നെ അങ്ങോട്ട് നമ്മുടെ കുട്ടേട്ടൻ വരും. കുട്ടേട്ടൻ വന്നിട്ട് ആ കല്യാണം അങ്ങ് മുടക്കും. ധ്യാൻ ചേട്ടൻ എന്നിട്ട് വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചീനെ പോയിട്ട് പ്രപ്പോസ് ചെയ്യും. മോളെ ഐ ലവ് യു. എനിക്ക് പടക്കത്തിന്റെ സ്മെല്ല് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. ധ്യാൻ ചേട്ടൻ എന്നിട്ട് പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പഞ്ചായത്തിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പൊ ആ ഉത്സവത്തിന് വേണ്ട വെടിക്കെട്ടിനുള്ള പടക്കം മൂപ്പര് സ്പോൺസർ ചെയ്യും. എടാ ഇവന്മാരുടെ പടക്കം പൊട്ടുവടാ, നമ്മുടെ പടക്കം എടുക്കണ, പൊട്ടിയില്ലെങ്കിലോ? എടാ നീ എന്തറിഞ്ഞിട്ടാണ്? നമ്മുടെ ധ്യാൻ ചേട്ടന്റെ പടക്കം നിനക്ക് അറിയാണ്ടത് മോനെ, കത്തിച്ചാണ്ടല്ല പൊട്ടിത്തെറിക്കും. ധ്യാൻ ചേട്ടന്റെ പടക്കത്തിന്റെ സൗണ്ട് കേട്ട് ഇംപ്രസ് ആയിട്ട് ആ പഞ്ചായത്തിലുള്ള ഒരു ഡൂഡ് മൂപ്പർക്ക് ഒരു ആലോചന കൊണ്ടുവരും. എന്നിട്ട് അവർ കർണാടകയ്ക്ക് പോകും. കർണാടകയിലാണ് പെണ്ണ്. ശാരി കുഞ്ഞമ്മയുടെ മോള സാരി കൊടുത്താൽ രസമാവാടി നീ, നമുക്കൊരു വാക്കിന് പോയി വരാം. ശാരി കുഞ്ഞമ്മയുടെ മോള സാരി കൊടുത്താൽ രസമാവാടി നീ, നമുക്കൊരു വാക്കിന് പോയി വരാം. ധ്യാൻ ചേട്ടന്റെ പെണ്ണിന് മലയാളം അറിയില്ല, കന്നഡ മാത്രമേ അറിയുള്ളൂ. ആ പഞ്ചായത്തിൽ ആകെ കന്നഡ അറിയുന്നത് നമ്മുടെ കൂട്ടേട്ടനാ. കൂട്ടേട്ടനും അവളും കൂടി ഇങ്ങനെ സംസാരിച്ച് അവസാനം ധ്യാൻ ചേട്ടന് സംശയവും ഗൈസ്. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഒരു ദിവസം നമ്മുടെ ധ്യാൻ ചേട്ടന്റെ വീട്ടിലേക്ക് കൂട്ടേട്ടൻ വരും അവളെ ഇറക്കിക്കൊണ്ട് പോവാനായിട്ട്. അവളെ ഇറങ്ങി പോവോ ഗൈസ്? ഇല്ല ഗൈസ്, നമ്മുടെ കുട്ടേട്ടൻ വന്നത് നമ്മുടെ ധ്യാൻ ചേട്ടന്റെ അനിയത്തിനെ വിളിച്ചോണ്ട് പോവാനാണ്. അങ്ങനെ അവര് സെറ്റാവും. അങ്ങനെ പടം കഴിഞ്ഞ്. എടാ ഈ പടെങ്കിലും ജയിക്കൂടാ? എനിക്ക് തോന്നല്ലേ മിക്കവാറും പൊട്ടായിരിക്കും. ഞാൻ നോക്കട്ടെ. മിക്കവാറും പൊട്ടുള്ളൂ. എന്തായാലും ഞാൻ അഭിനയിക്കുന്നതല്ലേ, പൊട്ടൂടാ ഉറപ്പാണ്.